പ്രിയമുള്ള വിദ്യാർത്ഥികളെ, മറ്റൊരു ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 9ാമത്തെ അധ്യായമായ ജിയോമെട്രി ആൻഡ് ആൾജിബ്ര, ജ്യാമിതിയും ബീജഗണിതവും എന്ന അധ്യായമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച സൂചക സംഖ്യകൾ, കോർഡിനേറ്റ്സ് എന്ന അധ്യായത്തിൻ്റെ തുടർച്ചയാണ്. കോർഡിനേറ്റ്സ് എന്ന അധ്യായത്തിൽ നമ്മൾ അക്ഷങ്ങൾ വരച്ചുകൊണ്ട് ബിന്ദുക്കളെ സൂചിപ്പിക്കാൻ പഠിച്ചു. അതോടൊപ്പം തന്നെ അക്ഷങ്ങൾക്ക് സമാന്തരമായ വശങ്ങളുള്ള ചതുരങ്ങളുടെ എതിർമൂലകൾ കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് രണ്ട് മൂലകളുടെ സൂചക സംഖ്യകൾ എങ്ങനെ കണ്ടെത്താമെന്ന് പഠിച്ചു. ഇവിടെ സ്ക്രീനിൽ നോക്കൂ. ADBC എന്ന ചതുരത്തിന്റെ എതിർമൂലകളായ എയുടെയും ബിയുടെയും സൂചക സംഖ്യകൾ, എയുടെ 3, 2 ആണ്, ബിയുടെ -2, -1 ആണ്. ഇതുപയോഗിച്ചുകൊണ്ട് മറ്റ് രണ്ട് മൂലകളായ CD ഇവയുടെ സൂചക സംഖ്യകൾ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, ഡിയുടെ X സൂചക സംഖ്യകൾ കിട്ടാൻ AD എന്ന വര Y അക്ഷത്തിന് സമാന്തരമായതുകൊണ്ട് എയുടെയും ഡിയുടെയും X സൂചക സംഖ്യകൾ തുല്യമായിരിക്കും. എയുടെ 3 ആയതുകൊണ്ട് ഡിയുടെയും X സൂചക സംഖ്യ 3 തന്നെയായിരിക്കും. അതുപോലെ BD എന്ന വര X അക്ഷത്തിന് സമാന്തരമായതുകൊണ്ട് ഇവയുടെ Y സൂചക സംഖ്യകൾ തുല്യമായിരിക്കും. ബിയുടെ Y സൂചക സംഖ്യ തന്നെ ആയിരിക്കും ഡിയുടെയും Y സൂചക സംഖ്യ. ബിയുടെ സൂചക സംഖ്യ -1 ആയതുകൊണ്ട് ഡിയുടെയും -1 തന്നെയായിരിക്കും. ഈ സിയുടെ സൂചക സംഖ്യ കാണാൻ നോക്കൂ. BC എന്ന വര Y അക്ഷത്തിന് സമാന്തരമായതുകൊണ്ട് ബിയുടെയും സിയുടെയും X സൂചക സംഖ്യകൾ ഈക്വൽ ആയിരിക്കും. ബിയുടെ X സൂചക സംഖ്യ -2 ആയതുകൊണ്ട് സിയുടെ X സൂചക സംഖ്യയും -2 തന്നെയായിരിക്കും. ഇതുപോലെ AC X അക്ഷത്തിന് സമാന്തരമായതുകൊണ്ട് Y സൂചക സംഖ്യകൾ തുല്യമായിരിക്കും. എയുടെ Y സൂചക സംഖ്യ തന്നെയായിരിക്കും സിയുടെയും Y സൂചക സംഖ്യ. എയുടെ 2 ആയതുകൊണ്ട് സിയുടെയും 2 തന്നെ. അപ്പോൾ ഇവിടെ രണ്ട് മൂലകളുടെ സൂചക സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് രണ്ട് മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാൻ പറ്റി. ഇതുപോലെ തന്നെ ചതുരങ്ങളല്ലാത്ത മറ്റ് ജ്യാമിതി രൂപങ്ങളുടെ ചില മൂലകളുടെ സൂചക സംഖ്യകൾ കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് മൂലകളുടെ സൂചക സംഖ്യകൾ എങ്ങനെ കണ്ടെത്താൻ പറ്റുമെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് സാമാന്തരികത്തിന്റെ 3 മൂലകൾ അറിയാമെങ്കിൽ 4ാമത്തെ മൂല എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഒരു സാമാന്തരികം OABCയുടെ 3 മൂലകളുടെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. Oയുടെ കോർഡിനേറ്റ്സ് നമുക്കറിയാം. O ആധാരബിന്ദു അല്ലെങ്കിൽ ഒറിജിൻ ആയതുകൊണ്ട് 0, തന്നെയാണ്. എയുടെ കോർഡിനേറ്റ്സ് 6, 2 സൂചക സംഖ്യ 6, 2 ആണ്. സിയുടെ സൂചക സംഖ്യ 3, 5 ആണ്. ബിയുടെ സൂചക സംഖ്യ എങ്ങനെ കണ്ടെത്താം? ഇതിനെ നമ്മൾ ചെയ്യുന്നത് സിയിലൂടെയും ബിയിലൂടെയും X അക്ഷത്തിനും Y അക്ഷത്തിനും സമാന്തരം വരയ്ക്കുന്നു. അതുപോലെ Oയിലൂടെയും എയിലൂടെയും X അക്ഷത്തിനും Y അക്ഷത്തിനും സമാന്തരം വരച്ചുകൊണ്ട് 2 ത്രികോണങ്ങൾ ഉണ്ടാക്കുകയാണ്. നോക്കൂ, ആദ്യം ബിയിലൂടെ Y അക്ഷത്തിന് സമാന്തരം വരച്ചു, സിയിലൂടെ X അക്ഷത്തിന് സമാന്തരം വരച്ചു. അപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടി. BPC ഒരു മട്ടത്രികോണമാണ്. ഇതുപോലെ Oയിലൂടെയും വരച്ച സമാന്തരങ്ങൾ ക്യൂവിൽ കൂട്ടിമുട്ടിയപ്പോൾ OQA എന്ന മറ്റൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടി. ഇതിൻ്റെ നോക്കൂ, ഒരു കോണ് 90 ഡിഗ്രിയാണ്. കൂടാതെ BCയും AOയും ഈക്വൽ ആണ്. സമാന്തരികത്തിന്റെ എതിർവശങ്ങൾ തുല്യമാണെന്ന് നമുക്കറിയാം. കൂടാതെ ഈ കോണുകൾ നോക്കൂ, ഈ 2 കോണുകളും തുല്യമായിരിക്കും. അതുകൊണ്ട് 3ാമത്തെ ജോഡി കോണുകളും തുല്യമായിരിക്കും. അതായത് ഇതിലെ ഒരു വശവും 2 കോണുകളും ഈ ത്രികോണത്തിന്റെ ഒരു വശത്തിന് 2 കോണുകൾക്കും തുല്യമായതുകൊണ്ട് ഈ 2 ത്രികോണങ്ങൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, തുല്യ ത്രികോണങ്ങളായിരിക്കും. തുല്യ ത്രികോണങ്ങളുടെ സമാന വശങ്ങൾ തുല്യമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എയുടെ കോർഡിനേറ്റ്സ് 6, 2 ആണ്. ഇത് ഒറിജിൻ ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ക്യൂവിന്റെ കോർഡിനേറ്റ്സ് കാണാൻ അറിയാം. നോക്കൂ, AQ Y ആക്സിന് പാരലൽ ആയതുകൊണ്ട് ക്യൂവിന്റെ
എക്സ് കോർഡിനേറ്റും എയുടെ എക്സ് കോർഡിനേറ്റും തുല്യമായിരിക്കും. എയുടെ എക്സ് കോർഡിനേറ്റ് 6 ആയതുകൊണ്ട് ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റും 6 ആയിരിക്കും. ഇത് എക്സ് ആക്സിലെ പോയിന്റ് ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അതുകൊണ്ട് ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് 6 0 എന്ന് കിട്ടി. ഇതിൽ നിന്ന് ഒ ക്യൂവിൻ്റെ നീളം എന്നറിയാം. ഒയിൽ നിന്ന് 6 യൂണിറ്റ് അകലത്തിലാണ് ക്യൂ. അതുകൊണ്ട് ഒ ക്യൂ ഇസ് ഈക്വൽ ടു 6. അതുപോലെ എ ക്യൂ എത്രയായിരിക്കും? ഇവിടുന്ന് 2 യൂണിറ്റ് മുകളിലാണ്. കാരണം ഇതിൻ്റെ വൈ കോർഡിനേറ്റ് 2 ആണ്. അതുകൊണ്ട് ഈ അകലം 2 ആണ്. എ ക്യൂ 2 ആണ്, ഒ ക്യൂ 6 ആണ്. ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളായതുകൊണ്ട് ഒ ക്യൂവിൻ്റെ നീളവും സി പിയുടെ നീളവും തുല്യമായിരിക്കും. അതുകൊണ്ട് സി പിയും 6 ആയിരിക്കും, ബി ക്യൂ 2 ആയിരിക്കും. ഇനി പിയുടെ കോർഡിനേറ്റ്സ് കാണാൻ പറ്റും. നോക്കൂ, സി പി ഇസ് എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിന് പാരലൽ ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. വൈ കോർഡിനേറ്റ് സിയുടെ 5 ആയതുകൊണ്ട് പിയുടെയും 5 ആയിരിക്കും. ഇനിയോ എക്സ് കോർഡിനേറ്റ് എന്താണ്? സിയുടെ 6 യൂണിറ്റ് വലതുവശത്താണ് പി. അതുകൊണ്ട് 3നോട് 6 കൂട്ടിയാൽ പിയുടെ എക്സ് കോർഡിനേറ്റ് കിട്ടും. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? 9, വൈ കോർഡിനേറ്റ് 5. ഇനി ബിയുടെ കോർഡിനേറ്റ് കിട്ടും. ബി പി വൈ ആക്സിന് പാരലൽ ആയതുകൊണ്ട് ബിയുടെയും പിയുടെയും എക്സ് കോർഡിനേറ്റ് തുല്യമായിരിക്കും. അതുകൊണ്ട് ബിയുടെ എക്സ് കോർഡിനേറ്റ് ഈ 9 തന്നെ ആയിരിക്കും. വൈ കോർഡിനേറ്റോ? പിയുടെ വൈ കോർഡിനേറ്റ് 5 ആണ്. അതിൽ നിന്ന് 2 യൂണിറ്റ് മുകളിലാണ് ബി. അതുകൊണ്ട് അതിനേക്കാൾ 2 കൂടുതലായിരിക്കും. അപ്പോൾ 5 + 2 7. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ് എത്രയായിരിക്കും? 9 7 എന്ന് കിട്ടും. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഏതാനും ചോദ്യങ്ങൾ ചെയ്യാം. First question, what are the coordinates of the fourth vertex of the parallelogram shown on the right? ചിത്രത്തിലെ സമാന്തരികത്തിന്റെ 4ാം മൂലയുടെ സൂചക സംഖ്യകൾ എന്താണ്? നോക്കുക, ചിത്രത്തില് എ ഡി സി ബി ഒരു പാരലോഗ്രാം ആണ്. ഇതിന്റെ 3 മൂലകളുടെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. 3 മൂലകളുടെ സൂചക സംഖ്യകൾ 1 3 5 4 2 5. 4ാമത്തെ മൂലയായ സിയുടെ സൂചക സംഖ്യയാണ് നമുക്ക് കാണേണ്ടത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ ബിയിലൂടെയും സിയിലൂടെയും പാരലൽസ് വരയ്ക്കുന്നു. അതുപോലെ എയിലൂടെയും ഡിയിലൂടെയും അക്ഷങ്ങൾക്ക് സമാന്തരം വരയ്ക്കുന്നു. 2 ത്രികോണങ്ങൾ ഉണ്ടാക്കുകയാണ്. നോക്കൂ, ആദ്യത്തെ ത്രികോണം കിട്ടി, ബി ക്യു സി. രണ്ടാമത് എ പി ഡി എന്ന ത്രികോണം വരച്ചു. ഈ 2 ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാണെന്ന് നമുക്കറിയാം. പിയുടെ സൂചക സംഖ്യ നമുക്ക് വളരെ ഈസിയായി കാണാം. പിയുടെ എക്സ് സൂചക സംഖ്യ 5 തന്നെയായിരിക്കും. വൈ സൂചക സംഖ്യയോ 3 ആയിരിക്കും. അപ്പോൾ പിയുടെ സൂചക സംഖ്യ 5 3 എന്ന് എഴുതാം. അപ്പോൾ എ പിയുടെ നീളം നിന്ന് കിട്ടും. എ പിയുടെ നീളം എത്രയാണ്? ഇത് എക്സ് അക്ഷത്തിന് സമാന്തരമായ വരയായതുകൊണ്ട് ഇതിലെ 2 ബിന്ദുക്കൾ തമ്മിലുള്ള അകലം എക്സ് സൂചക സംഖ്യകളുടെ വ്യത്യാസമാണ്. 5 - 1. ഇതുപോലെ പി ഡിയുടെ നീളം എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ് ആയിരിക്കും. 4 - 3 1 ആയിരിക്കും. ഈ അകലം 4 ആണ്. പി ഡിയോ 1 ആയിരിക്കും. ഇനി നമുക്ക് ഈ 2 ത്രികോണങ്ങൾ ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് എ പിയുടെ നീളം തന്നെയായിരിക്കും ബി ക്യൂവിന്റെ നീളം. അതുപോലെ പി ഡിയുടെ നീളം തന്നെയായിരിക്കും സി ക്യൂവിന്റെ നീളം. ഇത് 4, ഇത് 1 തന്നെയാണ്. ഇനി ഇത് ഉപയോഗിച്ച് ക്യൂവിന്റെ സൂചക സംഖ്യകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്യൂ എന്താണ്? ബി ക്യൂ എന്ന വരയിലെ ബിന്ദുവാണ്. ഇത് എക്സ് അക്ഷത്തിന് സമാന്തരമായ വരയാണ്. ബിയിൽ നിന്ന് 4 യൂണിറ്റ് വലതുവശത്താണ് ക്യൂ. അതുകൊണ്ട് ബി ക്യൂവിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ബിയുടെ എക്സ് കോർഡിനേക്കാൾ 4 യൂണിറ്റ് കൂടുതലാണ്. ബിയുടെ എക്സ് കോർഡിനേറ്റിനേക്കാൾ 4 കൂടുതലായിരിക്കും. അതുകൊണ്ട് ക്യൂവിന്റെ എക്സ് കോർഡിനേറ്റ് എത്രയായിരിക്കും? 2 + 4 6 ആയിരിക്കും. വൈ കോർഡിനേറ്റ് ഈ 5 തന്നെയായിരിക്കും. കാരണം എന്താണ്? ബി ക്യൂ ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. സോ ദ കോർഡിനേറ്റ്സ് ഓഫ് ക്യൂ ഈസ് 6 5. ഇനി സിയുടെ കിട്ടുമല്ലോ. സിയുടെ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് 6 തന്നെയായിരിക്കും. സിയുടെ എക്സ് കോർഡിനേറ്റ് 6 തന്നെയായിരിക്കും. കാരണം സി ക്യൂ ഇസ് എ ലൈൻ പാരലൽ ടു വൈ ആക്സിസ്. അതുകൊണ്ട് സിയുടെ എക്സ് കോർഡിനേറ്റ് 6 തന്നെയായിരിക്കും. വൈ കോർഡിനേറ്റ് കിട്ടാൻ ക്യൂവിനേക്കാൾ 1 യൂണിറ്റ് മുകളിലാണ് സി. അതുകൊണ്ട് ഇതിൻ്റെ വൈ കോർഡിനേറ്റിനേക്കാൾ 1 കൂടുതലായിരിക്കും സിയുടെ
വൈ കോർഡിനേറ്റ്. അപ്പോൾ 5നേക്കാൾ 1 കൂടുതൽ 6 ആയിരിക്കും. അപ്പോൾ സിയുടെ കോർഡിനേറ്റ് 6 6 എന്നും കിട്ടും. രണ്ടാമത്തെ ചോദ്യം നോക്കാം. The figure shows a parallelogram with the coordinates of its vertices. Prove that x1 plus x3 is equal to x2 plus x4 and y1 plus y3 is equal to y2 plus y4. ചിത്രത്തിൽ ഒരു സാമാന്തരികത്തിന്റെ 4 മൂലകളുടെ സൂചക സംഖ്യകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. x1 plus x3 is equal to x2 plus x4 എന്നും y1 plus y3 is equal to y2 plus y4 എന്നും തെളിയിക്കുക. ഇവിടെ നോക്കൂ, ചിത്രത്തിലെ ADCB എന്ന പാരലോഗ്രാമിന്റെ 4 മൂലകളുടെ കോർഡിനേറ്റ്സ് x1 y1, x2 y2, x3 y3, x4 y4 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് തെളിയിക്കേണ്ടത് ഈ എതിർമൂലകളുടെ x സൂചക സംഖ്യകളുടെ തുക ഇവിടെ x1 plus x3 is equal to x4 plus x2 എന്ന് തെളിയിക്കണം. എയുടെയും സിയുടെയും എതിർമൂലകളെ AC ഇവയുടെ x സൂചക സംഖ്യകളുടെ തുകയും BD ഇവയുടെ x സൂചക സംഖ്യകളുടെ തുകയും തുല്യമാണെന്ന് തെളിയിക്കണം. അതേപോലെ തന്നെ ഇവയുടെ y സൂചക സംഖ്യകളുടെ തമ്മിലുള്ള തുക എതിർമൂലകളുടെ തുല്യമാണെന്ന് തെളിയിക്കണം. ഇവിടെ എല്ലാം ഒരേ മാർഗമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ മൂലകളിലൂടെ x അക്ഷത്തിനും y അക്ഷത്തിനും സമാന്തരം വരച്ചുകൊണ്ട് 2 ത്രികോണങ്ങൾ ഉണ്ടാക്കുന്നു. ആദ്യം ഇതാണ് ബിയിലൂടെയും സിയിലൂടെയും വരച്ച സമാന്തരങ്ങൾ ക്യൂവിൽ കൂട്ടിമുട്ടി BQC എന്ന ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുന്നു. ഇതുപോലെ ഇവിടെ താഴെയും APD എന്ന ട്രയാങ്കിൾ ഉണ്ടാക്കി. നമുക്ക് പിന്റെയും ക്യൂവിന്റെയും സൂചക സംഖ്യകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിയുടെ സൂചക സംഖ്യ വളരെ ഈസി ആയിട്ട് പറയാം. PD y അക്ഷത്തിന് പാരലായതുകൊണ്ട് ഇതിൻ്റെ x സൂചക സംഖ്യ ഈ x2 തന്നെയായിരിക്കും ഇതിൻ്റെയും. അതുപോലെ ഈ വര AP x ആക്സിന് സമാന്തരമായതുകൊണ്ട് ഇതിൻ്റെ y സൂചക സംഖ്യകൾ തുല്യമായിരിക്കും. അതുകൊണ്ട് പിയുടെ സൂചക സംഖ്യ എത്രയായിരിക്കും? x2 y1. അപ്പോൾ APയുടെ നീളം ഇതിൽ നിന്ന് കിട്ടും. AP is a line parallel to x axis. അതായത് AP എന്ന വര x അക്ഷത്തിന് സമാന്തരമായതുകൊണ്ട് ഇതിലെ 2 ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണാൻ അവയുടെ x സൂചക സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതി. അപ്പോൾ APയുടെ നീളം എത്രയായിരിക്കും? x2 minus x1. അതുപോലെ DP y അക്ഷത്തിന് സമാന്തരമായതുകൊണ്ട് ഡിയും പിയും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഇവയുടെ y സൂചക സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. അത് എത്രയായിരിക്കും? y2 minus y1. ഇത് നമ്മൾ നേരത്തെ ത്രികോണത്തിൽ Q എന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ ഇതുപോലെ കാണാൻ പറ്റും. കണ്ടു നോക്കൂ, CQ y അക്ഷത്തിന് സമാന്തരമായതുകൊണ്ട് ക്യൂവിൻ്റെ x സൂചക സംഖ്യ സിയുടെ x സൂചക സംഖ്യയായ x3 തന്നെയായിരിക്കും. ഇനി BQ x അക്ഷത്തിന് സമാന്തരമായതുകൊണ്ട് ഇതിൻ്റെ y സൂചക സംഖ്യകൾ ഈക്വൽ ആയിരിക്കും. y4 തന്നെയായിരിക്കും ക്യൂവിൻ്റെയും y സൂചക സംഖ്യ. ഇപ്പോൾ x3 y4 നിർത്തി. അപ്പോൾ BQവിൻ്റെ നീളം എത്രയായിരിക്കും? x അക്ഷത്തിന് സമാന്തരമായതുകൊണ്ട് ബിയും ക്യൂവും തമ്മിലുള്ള അകലം കാണാൻ x സൂചക സംഖ്യകൾ വ്യത്യാസം കണ്ടാൽ മതി. x3 മൈനസ് x4 ആയിരിക്കും. അതുപോലെ CQവിന് നീളം y3 മൈനസ് y4 ആയിരിക്കും. നേരത്തെ നമ്മൾ പഠിച്ചു ഈ 2 ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിളാണ്. APDയും BQCയും ഈക്വൽ ട്രയാങ്കിളാണ്. അതുകൊണ്ട് ഈ 2 വശങ്ങൾ APയുടെ നീളവും BQവിൻ്റെ നീളവും തുല്യമായിരിക്കും. APയുടെ നീളം നമുക്ക് കിട്ടി x2 മൈനസ് x1 എന്നും കിട്ടി. BQവിൻ്റെ നീളം x3 മൈനസ് x4 എന്നും കിട്ടി. അത് തുല്യമായതുകൊണ്ട് എഴുതാം x2 മൈനസ് x1 ഈസ് ഈക്വൽ ടു x3 മൈനസ് x4. ഇതൊന്ന് അറേഞ്ച് ചെയ്താൽ നെഗറ്റീവ് സംഖ്യകളെല്ലാം ഒരു സൈഡിലോട്ടും പോസിറ്റീവ് സംഖ്യകൾ മറ്റേ സൈഡിലോട്ടും ആയി കഴിഞ്ഞാലോ ഈ മൈനസ് x1 ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ x3 ഇങ്ങോട്ട് കൂട്ടി x1 പ്ലസ് x3 ആകും. പകരം ഇവിടെ x2 ഉണ്ട്, ഈ മൈനസ് x4 റൈറ്റ് സൈഡിലോട്ട് മാറ്റിയാൽ x2 പ്ലസ് x4 എന്നാകും. സോ x1 പ്ലസ് x3 ഈസ് ഈക്വൽ ടു x2 പ്ലസ് x4. ഇതുപോലെ PDയുടെ നീളവും CQവിൻ്റെ നീളവും തുല്യമാണ്. PQവിൻ്റെ നീളം എത്രയാണ്? y3 മൈനസ് y4 ആണ് CQവിൻ്റെ നീളം. PDയുടെ നീളം y2 മൈനസ് y1 ആണ്. ഇവിടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം y1 പ്ലസ് y3 ഈസ് ഈക്വൽ ടു y2 പ്ലസ് y4. അതായത് ഒരു സമാന്തരികത്തിൻ്റെ 4 മൂലകളുടെ സൂചക സംഖ്യകൾ കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ അവയുടെ ബന്ധം എന്താണ്? എതിർമൂലകളുടെ സൂചക സംഖ്യകളുടെ
എക്സ് സൂചക സംഖ്യകളുടെ തുകകൾ തുല്യമായിരിക്കും. അതുപോലെ വൈ സൂചക സംഖ്യകളുടെ തുകകളും തുല്യമായിരിക്കും. അതായത് എ സി എന്നീ ബിന്ദുക്കളുടെ എക്സ് സൂചക സംഖ്യകളുടെ തുകയും ബി ഡി എന്നീ ബിന്ദുക്കളുടെ എക്സ് സൂചക സംഖ്യകളുടെ തുകയും തുല്യമായിരിക്കും. അതുപോലെ ഇവയുടെ വൈ സൂചക സംഖ്യകളുടെ തുകകളും തുല്യമായിരിക്കും എന്ന് മനസ്സിലാക്കാം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. A parallelogram is drawn with the lines joining x1, y1 and x2, y2 to the origin as adjacent sides. What are the coordinates of the fourth vertex? x1, y1, x2, y2 എന്നീ ബിന്ദുക്കൾ ആധാര ബിന്ദുവുമായി യോജിപ്പിക്കുന്ന വരകൾ സമീപവശങ്ങളായ സാമാന്തരികത്തിന്റെ നാലാമത്തെ മൂലയുടെ സൂചക സംഖ്യകൾ എന്താണ്? നോക്കൂ, ചിത്രത്തിൽ ഒ എ ബി സി എന്ന സമാന്തരിക പ്രത്യേകത. ഒ ആധാര ബിന്ദുവാണ്, ഒറിജിനാണ്. എയുടെ സൂചകസംഖ്യ x2, y2, സിയുടെ x1, y1. ആധാര ബിന്ദുവിനെ x1, y1, x2, y2 എന്നീ ബിന്ദുക്കളുമായിട്ട് യോജിപ്പിച്ച് അഡ്ജസന്റ് സൈഡ്സ് ആയിട്ടുള്ള ഒരു സാമാന്തരികം ഉണ്ടാക്കിയിരിക്കുന്നു. അതിൻ്റെ നാലാമത്തെ മൂലയുടെ സൂചക സംഖ്യയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇവിടെയെല്ലാം നമ്മൾ പഠിച്ച ഒരേ മെത്തേഡാണ്. നമുക്ക് ഈ സിയിലൂടെയും ബിയിലൂടെയും അതുപോലെ ഒയിലൂടെയും എയിലൂടെയും എക്സ് അക്ഷത്തിനും വൈ അക്ഷത്തിനും സമാന്തരം വരച്ച് രണ്ട് ത്രികോണങ്ങൾ ബിയിലൂടെ വരച്ചു, സിയിലൂടെ വരച്ചു. അപ്പോൾ നമുക്ക് സി പി ബി എന്ന ട്രയാങ്കിൾ കിട്ടി, ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. ഇതുപോലെ രണ്ടാമത് താഴെ എന്താണ് ഒ എ ക്യു, മറ്റൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. ഇത് ഈക്വൽ ട്രയാങ്കിൾസ് ആണ് നമുക്കറിയാം. ഇതിൻ്റെ കോർഡിനേറ്റ്സ് എഴുതാം. ക്യു ഈസ് എ പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് ആയതുകൊണ്ട് ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് ഇത് എ ക്യു, വൈ അക്ഷത്തിന് സമാന്തരമായതുകൊണ്ട് എയുടെ സൂചക സംഖ്യയായ എക്സ് കോർഡിനേറ്റ് ആയ x2 തന്നെയായിരിക്കും ക്യൂവിൻ്റെയും എക്സ് കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് 0 തന്നെയായിരിക്കും. ഇത് എക്സ് അക്ഷത്തിലെ ബിന്ദുവാണ്. ക്യൂ x2 0 എന്ന് കിട്ടി. അപ്പോൾ ഒ ക്യൂവിൻ്റെ നീളം എന്ന് പറയുന്നത് x2 ആയിരിക്കും, എ ക്യു y2 ആയിരിക്കും. ഒ ക്യൂവും സി പിയും തുല്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ സി പിയുടെ നീളം എത്രയായിരിക്കും? x2, ബി പിയുടെ നീളം y2. അപ്പോൾ പിയുടെ കോർഡിനേറ്റ് നമുക്ക് എളുപ്പമാണ്. പിയുടെ എക്സ് കോർഡിനേറ്റ് സിയുടെ എക്സ് കോർഡിനേറ്റേക്കാൾ x2 നീളം കൂടുതലായിരിക്കും. കാരണം സിയുടെ വലതുവശത്താണ് പിയുടെ സ്ഥാനം. കൂടാതെ സി പി ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. സോ പിയുടെ എക്സ് കോർഡിനേറ്റ് സിയുടെ എക്സ് കോർഡിനേറ്റിനോട് x2 കൂട്ടിയതായിരിക്കും. വൈ കോർഡിനേറ്റ് y1 തന്നെയായിരിക്കും. അപ്പോൾ സി പിയുടെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് x1 പ്ലസ് x2 ആയിരിക്കും, വൈ കോർഡിനേറ്റ് y1 ആയിരിക്കും. ഇനി ബിയുടെ സ്ഥാനം നോക്കുക. ബി പി ഇസ് എ ലൈൻ പാരലൽ ടു വൈ ആക്സിസ് ആണ്. അതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് x1 പ്ലസ് x2 തന്നെയായിരിക്കും. വൈ കോർഡിനേറ്റ് പിയിൽ നിന്ന് y2 യൂണിറ്റ് മുകളിലാണ് ബി. അപ്പോൾ ഇതിൻ്റെ വൈ കോർഡിനേറ്റേക്കാൾ y2 കൂടുതലായിരിക്കും. അപ്പോൾ y1 പ്ലസ് y2 ആയിരിക്കും ബിയുടെ വൈ കോർഡിനേറ്റ്. സോ കോർഡിനേറ്റ്സ് ഓഫ് ബി ആർ x1 പ്ലസ് x2, y1 പ്ലസ് y2. ഇങ്ങനെയാണെങ്കിൽ ഒരു സമാന്തരികത്തിൻ്റെ ഒരു മൂല ഒറിജിനും മറ്റ് രണ്ട് മൂലകളുടെ കോർഡിനേറ്റ് x1, y1, x2, y2 ആണെങ്കിൽ നാലാമത്തെ മൂലയുടെ കോർഡിനേറ്റ് കാണാൻ ഇവയുടെ എക്സ് കോർഡിനേറ്റുകളുടെ തുക കാണുക, വൈ കോർഡിനേറ്റുകളുടെ തുക കണ്ടാൽ മതി. x1 പ്ലസ് x2, y1 പ്ലസ് y2. നാലാമത്തെ ചോദ്യം നോക്കുക. പ്രൂവ് ദാറ്റ് ഇൻ എനി പാരലോഗ്രാം the sum of the squares of all sides is equal to the sum of the squares of the diagonals. ഏതു സാമാന്തരികത്തിൻ്റെയും വശങ്ങളുടെ എല്ലാം വർഗങ്ങളുടെ തുക വികർണങ്ങളുടെ വർഗങ്ങളുടെ തുകയ്ക്ക് തുല്യമാണെന്ന് തെളിയിക്കുക. അപ്പോൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒ ഡി സി ബി എന്ന സമാന്തരികത്തിൻ്റെ ഒരു വശം എക്സ് അക്ഷത്തിൽ തന്നെയായിട്ട് എടുക്കുന്നു, ഒരു മൂല ഒറിജിനായിട്ട് എടുക്കുന്നു. ഒയുടെ സൂചക സംഖ്യ 0 0 ആണ്. ഡി ഇസ് എ പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ് ആണ്. ODയുടെ അകലം സ്മോൾ ലെറ്റർ എ ആണെന്ന് എടുക്കുകയാണെങ്കിൽ ഡിയുടെ കോർഡിനേറ്റ്സ് A0 ആയിരിക്കും. ബി എന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ BC എന്ന് കൂടി എടുക്കുന്നു. നമുക്ക്
സിയുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പഠിച്ചു ഒരു സമാന്തരികത്തിന്റെ 3 മൂലകളിൽ ഒന്ന് ഒറിജിനും മറ്റ് 2 മൂലകൾ അറിയാമെങ്കിൽ മൂന്നാമത്തെ മൂല കാണാൻ സിയുടെ എക്സ് സൂചക സംഖ്യ കാണാൻ ബിയുടെയും ഡിയുടെയും എക്സ് സൂചക സംഖ്യകളുടെ തുക കണ്ടാൽ മതി. ഡിയുടെ എക്സ് സൂചക സംഖ്യ എയും ബിയുടെ സ്മോൾ ലെറ്റർ ബിയും ആയതുകൊണ്ട് സിയുടെ എക്സ് സൂചക സംഖ്യ എ പ്ലസ് ബി ആയിരിക്കും. വൈ സൂചക സംഖ്യ സി പ്ലസ് 0 ആയിരിക്കും. സി പ്ലസ് 0 സി തന്നെയായിരിക്കും. അപ്പോൾ സിയുടെ സൂചക സംഖ്യ കിട്ടി, എ പ്ലസ് ബി പ്ലസ് സി. ഇനി നമുക്ക് ഓരോ വശത്തിൻ്റെയും നീളത്തിൻ്റെ വർഗ്ഗം കാണാം. ഒ ഡിയുടെ നീളം എത്രയായിരിക്കും? സ്മോൾ ലെറ്റർ എ ആണ്. അപ്പോൾ അതിൻ്റെ വർഗ്ഗം ഒ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ആയിരിക്കും. ഒ ഡിയും ബി സിയും ഈക്വൽ ആണ് അല്ലേ? ഒ ഡിയും ബി സിയും ഈക്വൽ ആണ്. ഒരു സമാന്തരികത്തിന് എതിർവശങ്ങൾ തുല്യമായതുകൊണ്ട് ബി സിയും എ തന്നെയായിരിക്കും. സി ഡിയുടെ നീളം സി ഡി സ്ക്വയർ എന്ന് പറയുന്നത് സിയും ഡിയും തമ്മിലുള്ള അകലം ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് എക്സ് സൂചക സംഖ്യകളുടെ വ്യത്യാസത്തിന്റെ വർഗ്ഗം പ്ലസ് വൈ സൂചക സംഖ്യകളുടെ വ്യത്യാസത്തിന്റെ വർഗ്ഗമാണ്. സോ എ പ്ലസ് ബി മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് സി മൈനസ് 0 ഹോൾ സ്ക്വയർ. ഇവിടെ നോക്കൂ, എ പ്ലസ് ബി മൈനസ് എ, ഈ എയും എയും ക്യാൻസൽ ആയി പോയി. ബാക്കി എന്താണ്? ബി സ്ക്വയർ. ഇവിടെ സി മൈനസ് 0 എന്ന് പറഞ്ഞാൽ സിയുടെ സ്ക്വയർ സി സ്ക്വയർ. അപ്പോൾ സി ഡി സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആയിരിക്കും. അതുകൊണ്ട് ബി ഒ സ്ക്വയറും അത് തന്നെയായിരിക്കും. കാരണം ഓപ്പോസിറ്റ് സൈഡാണ്. സി ഡിയും ബി ഒയും ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് ഈക്വൽ ആയിരിക്കും. ബി ഒ സ്ക്വയർ എത്രയായിരിക്കും? ഒ ബി സ്ക്വയർ എത്രയായിരിക്കും? ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ തന്നെയായിരിക്കും. ഈ 4 വശങ്ങളുടെ തുക എന്ന് പറയുന്നത് നമുക്കറിയാം. ദ സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഓൾ സൈഡ്സ് എന്തായിരിക്കും? ഒ ഡി സ്ക്വയർ എ സ്ക്വയർ ആണ്, സി ഡി സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. അതുപോലെ ബി സി സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. വീണ്ടും ഒ ബി സ്ക്വയർ ഓഫ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. അതായത് ഇവിടെയൊക്കെ 2 എ സ്ക്വയർ ഉണ്ട്, 2 ബി സ്ക്വയർ ഉണ്ട്, 2 സി സ്ക്വയർ ഉണ്ട്. അപ്പോൾ 2 പുറത്തെടുത്താലോ 2 ടൈംസ് ബി സ്ക്വയർ പ്ലസ് 2 ടൈംസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് കിട്ടും. ഇനി വികർണങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുക ഒ സി എന്ന് പറയുന്നതായിരിക്കും ഒ ഒറിജിൻ ആണ്. ഇത് തമ്മിലുള്ള അകലം എന്താണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആയിരിക്കും. സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി ഡയഗണൽ ഒ സി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ ആണ്. ഒ സി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണ്. ഇനിയോ ബി ഡി സ്ക്വയർ എന്ന് പറയുന്നത് ബി മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് സി മൈനസ് 0 ഹോൾ സ്ക്വയർ ആണ്. അത് സി മൈനസ് 0 എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ തന്നെയായിരിക്കും. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമുക്കറിയാം എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ബി മൈനസ് എ ഹോൾ സ്ക്വയർ ഓഫ് ബി സ്ക്വയർ മൈനസ് 2ab പ്ലസ് എ സ്ക്വയർ ആണ്. അതിൽ ഇവിടുത്തെ മൈനസ് 2ab ഇവിടുത്തെ പ്ലസ് 2ab ക്യാൻസലായി മാറും അല്ലേ? എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab സി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2ab. ഈ മൈനസ് 2ab ഈ പ്ലസ് 2ab ക്യാൻസൽ ആകും. ബാക്കി എന്താ ഉള്ളത്? 2 എ സ്ക്വയർ ഉണ്ട്, 2 ബി സ്ക്വയർ ഉണ്ട്, 2 സി സ്ക്വയർ ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഇതിന് എന്ത് കിട്ടും? സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി ഡയഗണൽസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഇറ്റ്സ് സൈഡ്സ്. ഇതൊരു പാരലോഗ്രാമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇവയുടെ എല്ലാ വശങ്ങളുടെയും നീളങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുകയും വികർണങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുകയും തുല്യമായിരിക്കും. അഞ്ചാമത്തെ ചോദ്യം നോക്കുക. അഞ്ചാമത്തെ ചോദ്യം, ഇൻ ദിസ് പിക്ചർ ദ മിഡ് പോയിന്റ്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾസ് ആർ ജോയിൻഡ് ടു മേക്ക് എ സ്മോൾ ട്രയാങ്കിൾ ഇൻസൈഡ്. കാൽക്കുലേറ്റ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടിസസ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ. ചിത്രത്തിലെ വലിയ ത്രികോണത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാണ് അതിനുള്ളിലെ ചെറിയ ത്രികോണം വരച്ചിരിക്കുന്നത്. വലിയ ത്രികോണത്തിന്റെ മൂലകളുടെ എല്ലാം സൂചക സംഖ്യകൾ കണക്കാക്കുക. ഇവിടെ നോക്കൂ, എ ബി സി എന്ന ട്രയാങ്കിളിന്റെ വശങ്ങളുടെ മധ്യബിന്ദു മിഡ് പോയിന്റ്സ് ആണ് പി ക്യു ആർ. എ ബിയുടെ മിഡ് പോയിന്റ് ആണ് പി, ബി സിയുടെ മിഡ് പോയിന്റ് ആണ് ക്യു, എ സിയുടെ മധ്യബിന്ദുവാണ് ആർ. അവയുടെ സൂചക സംഖ്യകൾ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് എ ബി സി എന്ന ട്രയാങ്കിളിന്റെ മൂലകളുടെ കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കൂ, പിയും ക്യൂവും, പി
എ ബിയുടെ മധ്യബിന്ദുവാണ്, ബി സിയുടെ മധ്യബിന്ദുവാണ് ക്യൂ. നോക്കൂ ഈ ലൈൻ പി ക്യൂ ഇസ് എ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് എ ബി ആൻഡ് ബി സി. നമ്മൾ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഒരു ത്രികോണത്തിന്റെ ഏതെങ്കിലും രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമായിരിക്കും. ദ ലൈൻ ജോയിനിങ് മിഡ് പോയിന്റ്സ് ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് പാരലൽ ടു ദ തേർഡ് സൈഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ പി ക്യൂ എന്ന വര എ ബിയുടെയും ബി സിയുടെയും മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച വരയാണ്, മിഡ് പോയിന്റ്സുകൾ തമ്മിൽ യോജിപ്പിച്ച വരയാണ്. സോ പി ക്യൂ ഈസ് പാരലൽ ടു എ സി എന്ന് കിട്ടും. ഇതേപോലെ തന്നെ നോക്കൂ, ആർ എന്ന പോയിന്റ് എ സിയുടെ മിഡ് പോയിന്റ് ആണ്, ക്യൂ ബി സിയുടെ മിഡ് പോയിന്റ് ആണ്. ഇത് നമ്മൾ ജോയിൻ ചെയ്താലോ, ഇവിടെ ആർ ക്യൂ എന്ന വര എ പിക്കും പാരലായിരിക്കും. അതായത് പി ക്യൂ എ സിക്ക് പാരലാണ്, ആർ ക്യൂ എ പിക്ക് പാരലാണ്. സോ പി ക്യൂ ആർ എ എന്ന കോർഡിനേറ്റർ അതുകൊണ്ടൊരു സാമാന്തരികമായിരിക്കും, ഒരു പാരലോഗ്രാം ആയിരിക്കും. ഇവിടെ നമുക്ക് ഒരു പാരലോഗ്രാം കിട്ടുന്നുണ്ട്. എ പി ക്യൂ ആർ ഒരു പാരലോഗ്രാം ആണ്. ഈ പാരലോഗ്രാമിന്റെ 3 മൂലകളുടെ സൂചക സംഖ്യകൾ നമുക്കറിയാം. 4ാമത്തെ മൂലയുടെ സൂചക സംഖ്യ കിട്ടാൻ നോക്കൂ, 4ാമത്തെ മൂലയുടെ സൂചക സംഖ്യ കിട്ടാൻ എന്താണ് നമുക്കറിയാം. എബിയുടെ എക്സ് സൂചക സംഖ്യകളുടെ ഓപ്പോസിറ്റ് മൂലകളുടെ എക്സ് സൂചക സംഖ്യകളുടെ തുകകൾ തുല്യമാണ്. അതുപോലെ വൈ സൂചക സംഖ്യകളുടെ തുകയും തുല്യമാണ്. അപ്പോൾ എയുടെ സൂചക സംഖ്യ കിട്ടാൻ പിന്റെയും ക്യൂ ആറിന്റെയും എക്സ് സൂചക സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് അതിൽ നിന്ന് ക്യൂവിന്റെ എക്സ് സൂചക സംഖ്യ കുറച്ചാൽ മതി. പിയുടെ എക്സ് സൂചക സംഖ്യ 3 ആണ്, ആറിന്റെ 5 ആണ്. 5 3 8, 8ൽ നിന്ന് 4 കുറച്ചാൽ 4 എന്ന് കിട്ടും. അതുപോലെ വൈ സൂചക സംഖ്യ 3 4. പിയുടെ വൈ സൂചക സംഖ്യ 3 ആണ്, ആറിന്റെ വൈ സൂചക സംഖ്യ 4 ആണ്. 4 3 കൂടെ കൂട്ടിയാൽ 7. 7ൽ നിന്ന് ക്യൂവിന്റെ വൈ സൂചക സംഖ്യ 2 കുറച്ചാൽ 5 എന്ന് കിട്ടും. അതായത് ഇതിന്റെ സൂചക സംഖ്യ 4 5 എന്ന് കിട്ടി. ഇതുപോലെ നോക്കൂ, പി ആർ എന്താണ്? പി ആർ ബി സിക്ക് സമാന്തരമാണ്. അതുപോലെ ആർ ക്യൂ എ ബിക്ക് സമാന്തരമാണ്. അതുകൊണ്ട് പി ബി ക്യൂ ആർ പി മറ്റൊരു സമാന്തരികമാണ് അല്ലെ. അതിൻ്റെ 3 മൂലകൾ നമുക്കറിയാം. 4ാമത്തെ മൂല കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ കൂട്ടുക അല്ലെ. 4 3 7. 7ൽ നിന്ന് 5 കുറച്ചാൽ 2 ആയിരിക്കും ബിയുടെ എക്സ് സൂചക സംഖ്യ. വൈ സൂചക സംഖ്യ കിട്ടാൻ 3 2 5. 5ൽ നിന്ന് 4 കുറച്ചാൽ 1. അപ്പോൾ 2 1 എന്ന് കിട്ടി. അതായത് ഈ 3 4 7. 7ൽ നിന്ന് 5 കുറച്ചാൽ 2 ആണ് ഇതിന്റെ എക്സ് സൂചക സംഖ്യ. വൈ സൂചക സംഖ്യ കിട്ടാൻ ഇതിന്റെ വൈ സൂചക സംഖ്യ കൂട്ടുക. പിയുടെ വൈ സൂചക സംഖ്യ 3, ക്യൂവിന്റെ 2. 3 2 5. അതിൽ നിന്ന് ആറിന്റെ വൈ സൂചക സംഖ്യ 4 കുറയ്ക്കുക. 5ൽ 4 കുറച്ചാൽ 1. ബിയുടെ സൂചക സംഖ്യ കിട്ടി. ഇതുപോലെ സിയുടെ സൂചക സംഖ്യ കിട്ടണം. നോക്കൂ, സിയുടെ സൂചക സംഖ്യ ഇതുപോലെ തന്നെ കിട്ടും. ഇവിടെ ഒരു പാരലോഗ്രാം കാണുന്നുണ്ട്. ക്യൂ പി ആർ സി. ക്യൂ പി ആർ സിയുടെ പ്രത്യേകത എന്താണ്? ക്യൂ പി ആർ സി ഇവിടെ ആർ പി ഇത് ബി സിക്ക് സമാന്തരമാണ്, പി ക്യൂ എ സിക്ക് സമാന്തരമാണ്. അതുകൊണ്ട് ക്യൂ പി ആർ സി മറ്റൊരു സമാന്തരികമാണ്. അതിലെ 3 മൂലകൾ അറിയാം. 4ാമത്തെ മൂല സി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ ആറിന്റെയും ക്യൂവിന്റെ എക്സ് സൂചക സംഖ്യ തമ്മിൽ കൂട്ടുക. 5 4 9. 9ൽ നിന്ന് ഈ 3 കുറച്ചാൽ സിയുടെ എക്സ് സൂചക സംഖ്യ 6 എന്ന് കിട്ടും. വൈ സൂചക സംഖ്യ കിട്ടാൻ 4 2. ആറിന്റെ വൈ സൂചക സംഖ്യ 4, ക്യൂവിന്റെ 2. 4 2 6. അതിൽ നിന്ന് ഈ 3 കുറയ്ക്കുക. അപ്പോൾ 3 6 3 എന്ന് കിട്ടി. അതായത് 5 4 9. 9ൽ നിന്ന് 3 കുറച്ചാൽ 6. 4 2 6. 6ൽ നിന്ന് 3 കുറച്ചാൽ 3. അങ്ങനെ 4 മറ്റ് 3 വലിയ ത്രികോണത്തിന്റെ 3 മൂലകളുടെയും സൂചക സംഖ്യകൾ കിട്ടി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇത് നന്നായിട്ട് കുറച്ച് ചെറിയൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നന്നായിട്ട് നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.